നൽകിയത്. ഇടുക്കി പരുന്തുംപാറയിൽ നിരോധനാജ്ഞ ലംഘിച്ച് കുരിശ് സ്ഥാപിച്ചയാൾക്കെതിരെ കേസെടുത്ത് പോലീസ്. സജിത് ജോസഫിനെതിരെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്തത്. ഭൂമി കയ്യേറ്റത്തിൽ നടപടി ശക്തമാക്കിയ റവന്യൂ വകുപ്പ് വിശദമായ അന്വേഷണത്തിനായി 15 സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. PS സാഗറാണ് വിവരങ്ങളുമായി ചേരുന്നത്. സാഗർ, എന്തായാലും ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് സജിത്തിനെതിരെ. കൂടുതൽ അന്വേഷണത്തിനായി 15 സംഘത്തെയും നിയോഗിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സാഗറിലേക്ക് എത്താം. എന്തായാലും ഇപ്പോൾ നിരോധനാജ്ഞ ലംഘിച്ച് കുരിശ് സ്ഥാപിച്ച സജിത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഇടുക്കിയിൽ പരുന്തുംപാറയിലെ കയ്യേറ്റം അന്വേഷിക്കുന്നതിനായി 15 സംഘത്തെയും ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ് റവന്യൂ വകുപ്പ്. നടപടികൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും വണ്ടിപ്പെരിയാർ പോലീസാണ് ഈ വിഷയത്തിൽ സജിത് ജോസഫിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. PS സാഗർ ചേരുന്നുണ്ട്. സാഗർ, ഇനി ഏത് രീതിയിലായിരിക്കും റവന്യൂ വകുപ്പിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ? അശ്വതി, ഇന്നലെ രാവിലെയാണ് ഇവിടെ ഈ പരുന്തുംപാറയിൽ കയ്യേറ്റ സ്ഥലത്ത് അനധികൃതമായി കുരിശ് സ്ഥാപിച്ച വാർത്ത പുറത്തു വരുന്നത്. ഉടൻ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥർ യോഗം കൂടി. ഉച്ചയ്ക്ക് ശേഷം തന്നെ കളക്ടറുടെ ഉത്തരവ് പ്രകാരം മന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടു. തുടർന്ന് മന്ത്രിയും അടക്കമുള്ളവരുടെ ഉത്തരവ് പ്രകാരമാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഈ കുരിശ് പൊളിച്ചു മാറ്റിയത്. ഈ കുരിശ് പൊളിച്ചു മാറ്റിയത് കൂടാതെ ഇവിടെ നിരോധനാജ്ഞ ലംഘിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തിയ ഈ കുരിശ് സ്ഥാപിച്ച തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫിനെതിരെ വണ്ടിപ്പെരിയാർ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ഇയാൾക്കെതിരെ കേസെടുക്കുവാൻ ലാൻഡ് റവന്യൂ തഹസിൽദാർ ശുപാർശ ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. ഇവിടെ നിർമ്മാണം നടത്താൻ പാടില്ലെന്ന് കാണിച്ച് കഴിഞ്ഞ ആഴ്ച ഇവിടെ ജില്ലാ ഭരണകൂടം സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. കൂടാതെ ഈ പ്രദേശങ്ങളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിരുന്നു. ഇതെല്ലാം മറികടന്നായിരുന്നു ഇയാൾ ഈ അനധികൃത കയ്യേറ്റത്തിന് ചുക്കാൻ പിടിക്കാൻ വേണ്ടി ഇവിടെ കുരിശ് സ്ഥാപിച്ചത്. ഇതുകൂടാതെ ഇന്നലെ തന്നെ മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗവും ചേർന്നു. ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഇന്നലെ പറഞ്ഞിരുന്നു. കയ്യേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ മന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തരമായി ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇതിനുശേഷം വിശദമായ അന്വേഷണത്തിനായി 15 പേരടങ്ങുന്ന റവന്യൂ സംഘത്തെയും ഈ പ്രദേശത്ത് നിയോഗിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ പുരോഗതി എല്ലാ ദിവസവും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകനം നടത്തുവാനും മന്ത്രി നിർദ്ദേശം നൽകി. ഇതുകൂടാതെ മഞ്ചുമല പീരുമേട് വില്ലേജുകളിലെ ഇവിടുത്തെ കേസുകളുടെ സ്ഥിതി വിവരം ഇന്ന് വൈകിട്ടോടെ തയ്യാറാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഡിജിറ്റൽ സർവേ ഈ പ്രദേശത്ത് ഇന്ന് ഡിജിറ്റൽ സർവേ ആരംഭിക്കുകയാണ്. ഏതൊക്കെ സ്ഥലത്താണ് കയ്യേറ്റം നടന്നിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാവും പ്രധാനമായും പരിശോധിക്കുക. ഈ സജിത് ജോസഫിന്റെ ഈ കുരിശ് സ്ഥാപിച്ച സ്ഥലത്ത് 4 നിലയുള്ള 5 കെട്ടിടങ്ങൾ ഇയാൾ പണിത് ഉയർത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കയ്യേറ്റ സ്ഥലത്താണ്. ഈ കാര്യങ്ങളെല്ലാം ഡിജിറ്റൽ സർവേയിൽ കൂടുതലായും പരിശോധിക്കുക. ഈ സജിത് ജോസഫിനെ കൂടാതെ 7 പേർക്കെതിരെ കൂടി ഈ പ്രദേശത്ത് നിരോധനാജ്ഞ ലംഘിച്ചതിനും മറ്റും കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ കെട്ടിടം എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിലടക്കം ഈ ഡിജിറ്റൽ സർവേ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാകും ഇത് തുടർന്നുള്ള നടപടികൾ ഉണ്ടാവുക. അശ്വതി, ശരി. സാഗറാണ് വിവരങ്ങൾ നൽകിയത്.